നാൻസി വിൽസൺ, തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണിശ്ശേരി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കുവൈറ്റിലാണ് താമസിക്കുന്നത്. ഇത് എൻ്റെ ഹസ്ബൻഡ്, 2 പിള്ളേർ, ഇതെൻ്റെ അപ്പച്ചൻ. ഞാൻ 2 സാക്ഷിയാണ് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. 3 വർഷമായിട്ട് ഞങ്ങൾ തുടർന്ന് ഒരു കാനഡ പ്രോസസ്സിങ്ങിൻ്റെ പിന്നാലെയായിരുന്നു. അതിൽ ഞങ്ങൾക്ക് വിസ ലഭിച്ച കാര്യവും അപ്പച്ചൻ്റെ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് പറയുന്നത്. 2022 ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ എടുക്കുന്നത്. ഒരു ഡിസംബർ മാസത്തിൽ. കൃപാസനത്തെക്കുറിച്ച് അന്ന് ഫേസ്ബുക്കിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എൻ്റെ പാരൻസിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞങ്ങൾ കൃപാസനത്തിലേക്ക് വരുന്നത്. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അച്ഛൻ വചനം പറയുന്നത് ഞങ്ങൾ കേട്ടപ്പോൾ അപ്പം തന്നെ തീർത്ഥാടന ഉടമ്പടി എടുക്കുകയായിരുന്നു. ഒരു അമ്മയും കുഞ്ഞും, ഒരു ഗ്രേ കളറിൽ സാരി ഉടുത്ത ഒരു അമ്മയും കുഞ്ഞും നടന്നു പോകുന്നതായിട്ട് സ്വപ്നദർശനത്തിലൂടെയാണ് ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടിയിലേക്ക് തന്നെ വരുന്നത്. അന്ന് മുതൽ ഉടമ്പടി നിബന്ധനകളെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിച്ചു പോരുന്നതായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. ഇവിടെ കാനഡ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു ഏജൻസിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ പ്രോസസ്സിങ്ങിൽ ഒന്നും തന്നെ പേപ്പർ വർക്ക്സുകൾ ഒന്നും തന്നെ നടന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ഉടമ്പടിയിലുള്ള കാരുണ്യ പ്രവർത്തികളിലും ബൈബിൾ വായനയിലും ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. കുടുംബ പ്രാർത്ഥന സ്ഥിരമായിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഓർഡറാക്കി എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിർബന്ധമായിട്ടും ചൊല്ലാൻ തുടങ്ങി. കുട്ടികളാണെങ്കിൽ വചനം എഴുതുന്ന കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ ഫസ്റ്റ് പ്രോസസ്സിംഗ് എല്ലാം ഫെയിലിയറായി. ഞങ്ങൾ 2ാമത്തെ ഏജൻസിയെ സമീപിക്കുകയാണ്. ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആ ഏജൻസിയിൽ പൈസ കൊടുക്കുന്നത്. അന്ന് രാത്രി ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പേര് ഞങ്ങളെ കാണാൻ വന്നു. ഞങ്ങൾ ഡോറ് തുറന്നു നോക്കിയപ്പോൾ ഒരു ഫാമിലിയാണ്. അവരുടെ കയ്യിലാണെങ്കിൽ ഉടമ്പടി ഉപ്പെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവർ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ്. അവരുടെ കഴുത്തിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. അവർ ഞങ്ങളെല്ലാം കണ്ട് ഞങ്ങളോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചു. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇല്ല, ഇവരാണ് ഞങ്ങളുടെ മക്കളെന്ന് പറഞ്ഞു. പക്ഷേ അവർ പോയി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ മുകളിൽ താമസിക്കുന്നവരായിരുന്നു. ആദ്യമായിട്ട് ആ ഫ്ലാറ്റിലേക്ക് വരുവാണ്. ഞങ്ങൾക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. 2ാമത്തെ ഏജൻസിയിൽ വെച്ച് ഞാനൊരു ചേച്ചി എൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ മൊബൈലിൽ ഞാൻ കൃപാസന അമ്മയുടെ ഫോട്ടോ കണ്ടു. അവർ എന്നോട് സംസാരിച്ചതിന് ശേഷം ഒരു നമ്പർ എനിക്ക് തന്നു, ഒരു ഏജൻസിയുടെ നമ്പർ. എന്തുമാവട്ടെ എന്ന് കരുതി ഞങ്ങൾ ഈ 2ാമത്തെ ഏജൻസിയിൽ തന്നെ തുടർന്നു കൊണ്ട് പോയിരിക്കുകയായിരുന്നു. പക്ഷേ കാര്യമായിട്ട് അവിടെയും പ്രോസസ്സിങ് ഒന്നും തന്നെ നടന്നില്ല. ഞങ്ങൾക്ക് ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു അവർ തന്നിരുന്നത്. ഞങ്ങളാണെങ്കിൽ ഒരു ഭീമമായ തുകയും അവിടെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 3 സ്റ്റെപ്പ് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് അത് ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ വേറെ മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് അടയാളം ലഭിച്ചാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലൂടെ. ഞങ്ങൾ മുമ്പോട്ട് പോയി. ഞങ്ങൾ ഒരു തരത്തിലും മനസ്സിൽ വിഷമമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ ഉടമ്പടി ധ്യാനം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാറുണ്ടായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും കൊന്ത ചൊല്ലിയും ഉടമ്പടി ധ്യാനങ്ങൾ കേട്ടുമാണ് ഞങ്ങൾ ശക്തി സംഭരിച്ചുകൊണ്ടിരുന്നത്. ഈ ഏജൻസി ചതിച്ചു എന്ന് മനസ്സിലായ സമയത്ത് ഞങ്ങൾ അവരോട് ചോദിച്ചു, പൈസ കിട്ടാൻ യാതൊരു മാർഗ്ഗവും ഇല്ലയെന്ന് ഞങ്ങൾക്ക് തന്നെ ഉറപ്പായി. മിഡിൽ ഈസ്റ്റിലൊക്കെ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കോർട്ട് കേസാവും, വർഷങ്ങളെടുക്കും. അതും കുവൈറ്റിൽ നിന്നല്ല, ദുബായിലും അബുദാബിയിലൊക്കെ ആയിരുന്നു അതിൻ്റെ ഹെഡ് ഓഫീസ്. ഞങ്ങൾ അവിടെ ഓരോ ആഴ്ചയിലും വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾക്ക് അവധി കിട്ടുന്നത് ആ ദിവസം മാത്രമാണ്. ഞങ്ങൾ പോവും, ഞങ്ങൾ അവിടെ ഇരിക്കും, മാനേജറുടെ മുമ്പിലിരിക്കും. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിലുള്ള ആയുധം കൊന്തയാണ്. കൊന്ത ചൊല്ലും. ഞങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ ആ സമയത്ത് മാനേജറുടെ കൈകളൊക്കെ വിറയ്ക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നും. ഞങ്ങളൊന്നും സംസാരിക്കാറില്ല. ഞങ്ങൾ മനസ്സിൽ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ പുറകിൽ ആരോ നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയാണെന്നുള്ളത്. അപ്പോൾ ആ ധൈര്യത്തിലാണ് ഞങ്ങൾ ഈ പൈസ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പൈസ ചോദിക്കാൻ അവിടെ ആരും തന്നെ ഇല്ല. ദൈവം അനുഗ്രഹിച്ചു, ഞങ്ങൾക്ക് ആ പൈസ ലഭിച്ചു. അതും വലിയൊരു തുകയായിരുന്നു. ആ പൈസ ലഭിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് പലരുടെയും അനുഭവങ്ങളിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ സമയത്തും ഞങ്ങൾ വീടില്ല. ഞങ്ങൾ വീണ്ടും ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. എത്ര വീഴ്ചയുണ്ടായാലും ഉടമ്പടി കണ്ടിന്യൂ ചെയ്യും, ഇവിടെ വന്ന് പുതുക്കും, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത് ആദ്യമേ തീരുമാനിച്ചതാണ്. ആ സമയത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വീണ്ടും ഒരു ജോലി കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. എനിക്ക് അതിന് മുമ്പ് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ നടക്കുമെന്നറിയില്ല. ഞാനൊരു എംപ്ലോയറിൽ നിന്നും അടുത്ത എംപ്ലോയറിലേക്ക് വിസ ചേഞ്ച് ചെയ്താലേ എനിക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ദൈവം അന്നൊരു സ്വപ്നം ഉണ്ടായി. എനിക്കൊരു ലേഡി ഒരു ജോബ് ഓഫർ തരുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു. ഹസ്ബൻഡും ഞാനും നന്നായിട്ട് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഉപവാസ പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ കയ്യിലുള്ള മറ്റൊരായുധം.
അത് ഞങ്ങൾ കണ്ടിന്യൂസ് ഉപവസിക്കും. അതിപ്പോൾ ഇവിടെ പറയുന്ന ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ എല്ലാവരും കഴിവിൻ്റെ അതനുസരിച്ച് ഞങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഞങ്ങൾ കണ്ടിന്യൂസ് ഉപവസിക്കും. 15 ദിവസം 21 ദിവസം. ദാനിയേലൊക്കെ ഉപവസിച്ചത് 21 ദിവസമാണ്. അതിനെ ചെറുക്കാൻ ആർക്കും സാധിക്കില്ല. അല്ലെങ്കിൽ 33 ദിവസം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപവസിക്കും. അതിൻ്റെ ഭാഗമായിട്ട് 15 എന്നുള്ളൊരു ഡേറ്റ് കാണിച്ചു. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ താഴെ തന്നെ 15ാം ഫ്ലോറിൽ എനിക്ക് വീണ്ടും ഒരു ക്ലിനിക്കിൽ ജോലിയായി ചെയ്യിച്ചു. അതും നല്ല സാലറിയോടുകൂടി. വിസ പ്രോബ്ലവും സോൾവായി. ഞങ്ങൾ ആ വെക്കേഷനിൽ തന്നെ 2023 വീണ്ടും ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. അതിനിടയിൽ ഞങ്ങൾ അന്ന് മാതാവ് കാണിച്ചു തന്ന ഒരു ചേച്ചിയിലൂടെ കാണിച്ചു തന്ന നമ്പറിൽ ആ ഏജൻസിയിലേക്ക് പോയി. അവർ ഞങ്ങളുടെ പ്രോസസ്സിങ് വീണ്ടും ഏറ്റെടുത്തു. അതായത് 3rd ഏജൻസി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയൊന്നും കാണുന്നില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നാട്ടിലൊന്ന് പോയി വരാം, ജോലി ലഭിച്ചാൽ നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള ധൈര്യം ഞങ്ങളിവിടെ പുതുക്കാൻ വരുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ പാസ്പോർട്ടെല്ലാം വെച്ചു, പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുത്ത് എന്നോടൊന്നും അച്ഛനൊന്നും സംസാരിച്ചൊന്നുമില്ല. അപ്പോൾ എനിക്ക് വിഷമമായി, അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. പക്ഷേ പിന്നീടുള്ള ഉടമ്പടി ദാനങ്ങളിൽ എനിക്ക് മനസ്സിലായി, അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിലും നടക്കാനുള്ളതാണെങ്കിലും മാതാവ് അത് ഏറ്റെടുത്ത കാര്യമാണ്. അതുകൊണ്ട് അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഉടമ്പടിയുടെ ഒരു വീഴ്ചയാണെന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ യോഗ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓരോ വീഴ്ചയിലും. പക്ഷേ അന്ന് അച്ഛനൊരു ഉടമ്പടി ധ്യാനത്തിലൂടെ പറയുകയാണ്, ഇതിൽ ഉടമ്പടി വീഴ്ച ആയതുകൊണ്ടല്ല, അത് മാതാവ് ഏറ്റെടുത്ത കാര്യമാണ്, ദൈവം ഏറ്റെടുത്ത കാര്യമാണ്, അതുകൊണ്ട് ഞാനൊന്നും പറയാത്തത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഇതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടി ധ്യാനം കേൾക്കുന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അറിവ് നമുക്ക് കിട്ടിയത്. ഞാൻ തിരിച്ചു ചെന്നു. ഇവിടെ നിന്ന് കൃപാസനം കാശുരൂപവും പത്രങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. ഇവിടെയാണെങ്കിലും ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോകുമ്പോഴും പോണ്ടിച്ചേരി അവിടെ ഭാഗങ്ങളിലൊക്കെ ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം വഴിനീളം നടന്ന് കൊടുക്കുമായിരുന്നു. സ്റ്റാറ്റസ് ഡൗൺ ആക്കിയിട്ട് തന്നെയായിരുന്നു. അപ്പം മനസ്സിൽ അറിയാം, ഞാനിതൊന്നും ചെയ്യുന്ന വ്യക്തിയല്ല, ഞാനൊരാളോട് ഒരു വചനം പോലും പറയാറില്ല, പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്, ചെറുപ്പം മുതൽ അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റാറ്റസ് ഡൗൺ ആക്കുക എന്നുള്ള ഒരു പോയിൻ്റ് എനിക്കത് വ്യക്തമായിരുന്നില്ല. പക്ഷേ അന്ന് മുതൽ അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവൻ, ഒരാളല്ല, ഹസ്ബൻഡും കുട്ടികളും അങ്ങനെ തന്നെയാണ് ജീവിച്ചു പോന്നിരുന്നത്. പലപ്പോഴും പ്രതിസന്ധികളുണ്ടാകുമ്പോൾ മകൻ പറയും, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അതുപോലെ നടക്കട്ടെ എന്ന്. ഇത്രയും ചെറിയ പിള്ളേർ എങ്ങനെയാണ് അത് പറയുന്നതെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാനും വിചാരിക്കും, എൻ്റെ വിശ്വാസം അവരെക്കാളും കുറവാണല്ലോ എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ച സാഹചര്യങ്ങളുണ്ട്. ഞങ്ങൾ ദിവ്യബലി കണ്ടിന്യൂസ് പോകാൻ തുടങ്ങി. നിർത്താൻ സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് പോലും എൻ്റെ കുട്ടികൾ പറയും, അമ്മ ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന്. അതിരാവിലെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകും. വിശുദ്ധ തൈലം തേച്ചിട്ടാണ് ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നത് എല്ലാ ദിവസവും. കുട്ടികളാണെങ്കിലും അവരുടെ വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഞങ്ങൾ വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ തന്നെ ഈ എന്ത് വർത്താനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിലും കൃപാസനത്തിലേക്ക് അവസാനം വന്ന് ചേരുന്നത്. ഇവിടുത്തെ ധ്യാനത്തിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞ ടോക്കുകളായാലും പലപ്പോഴും പല ടോക്കുകളും ഞങ്ങൾ കാണാറുണ്ട്. വചനത്തിലാണ് ഞങ്ങൾ വന്ന് നിൽക്കാറ്. സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനം സത്യമാണ്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനങ്ങൾ മുറുകെ പിടിച്ചാണ് ഞങ്ങൾ ഇത്രയും വർഷം ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ തിരിച്ചു ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടി. എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന് ഇൻ്റർവ്യൂ ഉള്ള സമയത്തെല്ലാം ഞാൻ ഉടമ്പടി ഉപ്പ് നാവിൽ വെച്ചിട്ടാണ്, എനിക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, സംസാരിക്കേണ്ടത് അമ്മയായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ ആ സമയത്ത് ഞാൻ പുതിയ ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയും സ്ട്രഗിൾസ് ഉണ്ട്. ആ സമയത്ത് എനിക്ക് കിട്ടുമ്പോൾ എല്ലാം ഒരുമിച്ച് എന്നെ മാതാവ് തരുമല്ലോ, ഏത് വേണം എന്നുള്ള ഓപ്ഷൻസ് എന്ന പോലെ മിനിസ്ട്രിയിലുള്ള ജോബും എനിക്ക് കിട്ടി. ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ കുവൈറ്റിൽ മിനിസ്ട്രിയിൽ വന്നിട്ടില്ല. പക്ഷേ ജൂൺ മാസത്തിൽ എനിക്ക് 2 തവണ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ എനിക്ക് എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയായി. ഞാൻ ഓൾറെഡി എംപ്ലോയറുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ് കാനഡയിൽ. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നടക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ചു, വചനമെടുത്തു. ഞങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ടത് കാനഡയിൽ വഴിയാണ് തന്നെ മനസ്സിൽ തോന്നി. ഞങ്ങൾ അതുവഴി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. മിനിസ്ട്രി ജോബ് വേണ്ടെന്ന് വെച്ചു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാനഡയിൽ നിന്നുള്ള ജോബ് ഓഫർ ലഭിച്ചു. അതിനുശേഷം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എനിക്ക് വിസ ലഭിച്ചു ജനുവരിയിൽ. ഏപ്രിൽ 1 കാനഡയിലേക്ക് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. പക്ഷേ കുടുംബമായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് അത് മാതാവിന് ഏൽപ്പിച്ചു കൊടുത്ത കാര്യമാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചൻ്റെ രോഗസൗഖ്യമാണ്. 2024 ഞാൻ ഉടമ്പടിയിൽ ആയിരിക്കെ തന്നെയാണ് അപ്പച്ചന് ഒരു വീഴ്ചയുണ്ടായത്. വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വീഴുകയായിരുന്നു. തലയിടിച്ചാണ് വീണത്. സിമെൻറ്റിൻ്റെ കട്ടയുടെ മുകളിൽ തലയിടിച്ചാണ് വീണത്. അന്ന് സ്റ്റിച്ചൊക്കെ ഇട്ട് തലയുടെ ഹെഡ് ഇഞ്ചുറി എല്ലാം അത് സേഫായി എന്നിരിക്കെ തന്നെയാണ്
നടുവേദന പുറകിൽ കയറി വന്നത്. അത് സാധാരണ നടുവേദനയാണെന്ന് കരുതിയിട്ടാണ് ഒരു 3 മാസക്കാലം നടന്നുകൊണ്ട് പോയിരുന്നത്. ആ നടുവേദന എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തെല്ലാം ഞങ്ങൾ കുവൈറ്റിലാണിപ്പോൾ തന്നെ ഞാൻ എൻ്റെ സ്പൈനൽ കോഡിൻ്റെ അവിടെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും, ഉടമ്പടി ഉപ്പും ഞാൻ ഉപയോഗിക്കും അപ്പച്ചന് വേണ്ടി. അപ്പച്ചൻ്റെ വേദനയുണ്ട് എന്ന് പറയുന്ന T4 എന്ന സ്ഥലത്ത് തന്നെ, സ്പൈനൽ കോഡിൻ്റെ T4 എന്ന സ്ഥലത്തായിരുന്നു ചെറിയൊരു ബ്രോക്കൺ ആയിട്ടുള്ള ഒരു പാർട്ട് കണ്ടിരുന്നത്. അവിടെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുക എന്നും 2 നേരം. അപ്പോൾ അവിടെ നിന്ന് വിശേഷങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും എങ്ങനെ കുറവുണ്ടോ. പക്ഷേ കൂടി വന്നു. അതിനുശേഷം ഞങ്ങൾ അമല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഡോക്ടേഴ്സിന് ഒരു വിധത്തിലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ബയോപ്സി ചെയ്തു, പെറ്റ് സ്കാൻ ചെയ്തു, MRI ചെയ്തു. പക്ഷേ എന്താണ് ഡയഗ്നോസിസ് എന്ന് കൺഫർമേഷന് വേണ്ടിയിട്ട് ടൈം എടുത്തു. അതിനിടയിൽ അപ്പച്ചനും അമ്മച്ചിയും കൂടെ എല്ലാവരും വേളാങ്കണ്ണിയിലേക്ക് പോകാനുള്ള ഒരു വിളി തോന്നി. അവർ വേളാങ്കണ്ണിയിലോട്ട് പോയി തിരിച്ചു വന്ന ഉടനെ MRI ചെയ്തപ്പോൾ അതിൽ ബയോപ്സി റിസൾട്ട് നെഗറ്റീവാണ്. ആ സമയത്തെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ബയോപ്സി ഒരിക്കലും പോസിറ്റീവാണ്, ക്യാൻസറസ് എന്നുള്ള രോഗം എൻ്റെ അപ്പച്ചന് വരാൻ പാടില്ല എന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അത് എന്തുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് എനിക്കറിയില്ല. പക്ഷേ ബയോപ്സി നെഗറ്റീവ് റിസൾട്ടായിരുന്നു. അതിൻ്റെ സാക്ഷ്യം അന്ന് ഞങ്ങൾ ആ സമയത്ത് നാട്ടിലേക്ക് വന്നിട്ടുള്ള സമയത്ത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എഴുതി കൊടുത്തിട്ടാണ് പോയത് ബയോപ്സി. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പച്ചൻ ഇനി നടന്നാണ് ഇവിടെ വരുന്നത്, അപ്പം ഞാൻ എന്തായാലും സാക്ഷ്യം പറയുന്നത്. ദൈവം സാധിച്ചു, പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചു. ബയോപ്സി റിസൾട്ട് നെഗറ്റീവ് മാത്രമല്ല, ഡയഗ്നോസിസ് ചെയ്തത് TB ബോൺ എന്നായിരുന്നു. ആ സമയത്ത് വീണ്ടും അവിടെ അഡ്മിഷൻ വന്നു അമല ഹോസ്പിറ്റലിൽ. കണ്ടിന്യൂസ് ആയിട്ട് അപ്പച്ചൻ കിടപ്പായി. അപ്പോൾ കിടക്കുമ്പോൾ ആ റൂം വരെ ഞാൻ മാതാവിനോട് ഏൽപ്പിച്ചു. മാതാവേ, അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ, സഹായിക്കാൻ അധികം പേരൊന്നുമില്ല. പക്ഷേ ആ റൂമിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ മാറിയ റൂമെന്ന് പറഞ്ഞാൽ 1401 റൂമിലേക്കാണ്. അപ്പോൾ അമ്മ വിളിച്ച് പറയുകയാണ് എൻ്റെ അടുത്ത്, അമ്മയ്ക്കൊന്നും അറിയില്ല. അമ്മ വിളിച്ച് പറയുകയാണ്, ഞാൻ ഇവിടെ ഒരു കൃപാസനം പത്രമുണ്ട്, ബൈബിളും ഉണ്ടെന്ന്. ആക്ച്വലി ഞാൻ ബോണസായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നതാണ് അവിടെ ഒരു ബൈബിളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷേ രണ്ടും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് കൃപാസന പത്രത്തിലൊരു ചേച്ചി കൊണ്ടുവന്ന് കൊടുത്തു. ബൈബിൾ വായിക്കാനൊക്കെ സൗകര്യമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കിടപ്പായി. ഡോക്ടർ സർജറി പറഞ്ഞു, തീരെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സർജറി പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എമർജൻസി ആയിട്ട് പോരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ക്ലിനിക്കിൻ്റെ അവസ്ഥ അനുസരിച്ച് എനിക്ക് ലീവ് തരില്ല, എമർജൻസി ലീവ് തരില്ല. ഞാൻ കുറേ നേരം അവരെ വെയിറ്റ് ചെയ്തു. അവരെനിക്ക് പോകാനുള്ള അനുവാദം തരുന്നില്ല. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് ഇവിടുന്ന് പോകണം. ആ സമയത്ത് എനിക്ക് ഒരു പേഷ്യൻറ്റിൻ്റെ രൂപത്തിൽ ഒരു രോഗി വന്നു. അവർ മൂടുപടം നീക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, എനിക്ക് ആ ക്ലിനിക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങണം എന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മൂടുപടം നീക്കിയപ്പോൾ ഞാൻ കണ്ട മുഖം എന്ന് പറഞ്ഞൊരു സുന്ദരമായ മുഖം. അപ്പോൾ ഞാനിങ്ങനെ വെച്ചു, ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നോക്കുമ്പോൾ ക്ലോക്കുമായി നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ മുഖമുള്ള ഒരു സ്ത്രീയായിരുന്നു അത്. അവരെന്നെ നോക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ അവരുടെ ഓപ്പോസിറ്റ് നോക്കി ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും തോന്നിയില്ല. തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമ്മ തന്നെയാണത്. അങ്ങനെ ഞാൻ റിസൈൻ കൊടുത്ത് ഇറങ്ങാനിരുന്ന നവംബർ 25 എന്ന ഡേറ്റിന് ഞാൻ നാട്ടിലെത്തി. എങ്ങനെയാണ് ആ ഡേറ്റിന് തന്നെ ഞാൻ നാട്ടിലെത്തുന്നത്? ഞാൻ നാട്ടിലെത്തിയപ്പോഴാണ് ആ ഡേറ്റ് 25 ഞാൻ ഇറങ്ങേണ്ടിയിരുന്നത് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായത്. ഞാൻ നാട്ടിലെത്തി, എമർജൻസി ലീവിന് നാട്ടിലെത്തി. നവംബർ 25 നാട്ടിലെത്തി. 26-ാം തീയതി എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു, അപ്പച്ചനെ സർജറിക്ക് കൂടെ അസിസ്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ല കൃപാസനത്തിൽ വരണം. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുകയും വേണം. എനിക്ക് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടുത്തെ ഒരു കാശ് രൂപ അച്ഛന് എനിക്ക് തരണം, അപ്പച്ചന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ഒറ്റ ബോധ്യത്തിലൂടെ ഞാൻ ഇവിടെ വന്നത്. ഞാനും ചേട്ടനും അന്ന് തന്നെ നെക്സ്റ്റ് ഡേ ഇവിടേക്ക് വന്നു. അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു, ഉടമ്പടി പുതുക്കി. അപ്പച്ചൻ്റെ ഫോട്ടോ തറയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു കാശുരൂപം തന്നു. നേരെ തന്നെ ഞങ്ങൾ അമല ഹോസ്പിറ്റലിൽ പോയി. രാത്രി ആയിട്ടുണ്ടായിരുന്നു, 7 മണിയായിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളെ വെയിറ്റ് ചെയ്യണം. അപ്പച്ചൻ ആ കൊന്തയിൽ കാശുരൂപം ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ പറയാണ് സർജറി നടക്കില്ല, 27-ാം തീയതി നെക്സ്റ്റ് ഡേ നടക്കുന്ന സർജറി നടക്കാൻ സാധ്യതയില്ല. ഫസ്റ്റ് കേസായിരുന്നു, നടക്കാൻ സാധ്യതയില്ല. ആകെ കൂടി ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ വേദനയ്ക്കും ഇൻഫെക്ഷനും ആയിരിക്കുന്ന നട്ടെല്ലിന് ഭാഗം സർജറി ചെയ്യുക, ഇൻഫെക്ഷൻ എടുത്ത് കളയുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അനൂറിസം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതായത് മെയിൻ ആർട്ടറിയിലുള്ളൊരു ബ്ലോക്കാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഹെമറേജ് ആണ്, ഹെവി ബ്ലീഡിങ് വരും, പേഷ്യൻ്റ് മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു എക്കോയും കൂടി ചെയ്തതിന് ശേഷം മാത്രമേ സർജറി നടക്കുകയുള്ളൂ. എക്കോ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ചെയ്തു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വിശ്വാസമുണ്ട്, അമ്മയാണ്, പരിശുദ്ധ അമ്മയാണ് സർജറി ചെയ്യാൻ പോകുന്നതെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി ചെയ്തിട്ട് പോയിട്ടുള്ളത്. ആ ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും വലിയൊരു അസുഖത്തിനും അപ്പച്ചൻ്റെ ഏജും അനുസരിച്ച് കാർഡിയോളജി ഹിസ്റ്ററിയുള്ള ഒരു രോഗിയും കൂടിയാണ്. എങ്ങനെ സർജറി നടക്കും, എങ്ങനെ റിക്കവറി എന്നുള്ളതൊക്കെ എൻ്റെ മുമ്പിൽ ഒരു അടഞ്ഞ വാതിലായിരുന്നു. എനിക്കത് തുറക്കണം. അതിന് നെക്സ്റ്റ് ഡേ എക്കോ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും കാണാനില്ലല്ലോ, അന്യൂറിസം ഒന്നും കാണാനില്ലല്ലോ, സർജറി ചെയ്യാം. അപ്പം തന്നെ സർജറി കയറ്റി, വിത്തിൻ 1 hour സർജറിക്ക് കയറ്റി. അപ്പോഴും പിന്നീടാണ് ഞാൻ അറിയുന്നത് നവംബർ 27-ാം തീയതി ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ
അച്ഛൻ പറയുന്നുണ്ട് ഇന്നത്തെ സർജറി ചെയ്യാൻ പോകുന്നത് പരിശുദ്ധ അമ്മയാണെന്നുള്ളത്. അത് തന്നെയാണ് ഈ മാസങ്ങളോളം ഞാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെ ഉറപ്പായിരുന്നു സർജറി 3 മണിക്കൂറുള്ള സർജറി 1.5 മണിക്കൂർ കൊണ്ട് തീർന്നു. ഡോക്ടർ നേരിട്ട് റൂമിൽ വന്നിട്ട് പറയാണ് സർജറി കഴിഞ്ഞു, അപ്പച്ചന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പരിശുദ്ധ അമ്മ വന്ന് പറയണ പോലെ തോന്നിയത്. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്, പക്ഷേ ഡോക്ടർ അവിടെ അല്ല, റൂമിലേക്ക് നേരിട്ട് വരികയാണ് ചെയ്തത്. ഈ കാശുരൂപം കഴുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഡോക്ടർ വന്നത് എനിക്ക് എന്തോ ഒരു അങ്ങനെ തോന്നിയത്. പരിശുദ്ധ അമ്മ നേരിട്ട് വന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. സർജറി കഴിഞ്ഞു, കോംപ്ലിക്കേഷൻസ് വീണ്ടും തുടങ്ങി. അപ്പച്ചൻ എഴുന്നേറ്റ് നടക്കുന്നില്ല, ഒരു കോൺഫിഡൻറ്റും ഇല്ല, നടക്കാനൊരു സാധ്യതയില്ല. അപ്പോഴും ഈ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടി വസ്തുക്കൾ ഞങ്ങൾ ഉപയോഗിച്ച് പോന്നിരുന്നു. ഞാൻ അവിടെ ഒരാഴ്ച ഉണ്ടായിരുന്നെങ്കിലും അമ്മച്ചി എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പ് ഫുഡിലെല്ലാം ഇട്ട് കൊടുക്കുമായിരുന്നു. സോഡിയം കുറവ്, ഇലക്ട്രോലൈറ്റ്സ് എല്ലാം ഇംബാലൻസ് ആയിട്ട് കിടക്കുന്ന അവസ്ഥയിലും ഈ ഉടമ്പടി ഉപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. തേനും ഉപയോഗിക്കും. ഞാനുള്ള സമയത്തൊക്കെ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അപ്പച്ചൻ കൊന്ത ചൊല്ലുമായിരുന്നു. ബൈബിൾ വായിക്കുമായിരുന്നു. ഞാൻ ബൈബിൾ അപ്പച്ചനൊന്നും സാധിക്കാത്ത സമയത്ത് ഞാൻ ബൈബിൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ ഞാൻ പിന്നീടാണ് ഞാൻ കേൾക്കുന്നത്, ഡിസംബർ മാസത്തിൽ ഞാൻ 14:01 റൂമിലേക്ക് അമ്മ പോകണം, അപ്പച്ചൻ ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല, കാരണം അമ്മയും ടയേർഡായി, അവർക്ക് ഏജ് ആയിട്ടുള്ളതുകൊണ്ട് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല, കാലൊന്ന് നിലത്ത് കുത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ധ്യാനത്തിൽ അച്ഛൻ ഉടമ്പടി ആരാധനയിലെല്ലാം പറയുന്നത് തന്നെ അപ്പച്ചൻ്റെ കാര്യങ്ങളായിട്ട് എനിക്ക് 5 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മൂക്കിൽ ട്യൂബുണ്ട്. മൂക്കിൽ ട്യൂബ് ഇട്ട് കിടക്കുന്ന ഒരു വ്യക്തി, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തി, ആ മൂക്കിൽ ട്യൂബ് വരാൻ പറയുന്നു. കാല് നിലത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി, കാല് നിലത്ത് കുത്തുന്നു. പിന്നെ അങ്ങനെയുള്ള വീക്ക്നെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറയുന്നത്. എനിക്ക് മനസ്സിലായി ഇത് അപ്പച്ചൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഉടമ്പടി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഈ കാലയളവിലൊക്കെ വരുമ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ പിറ്റേ ദിവസം എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടാറുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ജീവിച്ചു പോകുന്നത്. കാരണം എൻ്റെ ഉടമ്പടിയിൽ കാര്യങ്ങളെല്ലാം ലാഗാവണമെന്ന് ഞാൻ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എനിക്ക് ഇതിലുള്ള യോഗ്യത ഉണ്ടോയെന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് ദൈവം കേൾക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് പിറ്റേ ദിവസത്തെ ഉടമ്പടി ധ്യാനത്തിലായത് അതിനുള്ള ഉത്തരം കിട്ടാറ്. അപ്പച്ചൻ ഡിസംബർ 14 അപ്പച്ചൻ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി. അതും ഒരു 14 ആയിരുന്നു ഡിസ്ചാർജായി. ഇപ്പോൾ ഈ 2024 ഡിസംബറിലാണ് ഡിസ്ചാർജ് ആയത്. ഇപ്പോൾ ഈ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് തന്നെ ഈ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് കുവൈറ്റിൽ നിന്ന് വന്നത്. അല്ലെങ്കിൽ ഞാൻ കുവൈറ്റിൽ നിന്ന് തന്നെ കാനഡയ്ക്ക് പോകേണ്ടതാണ്. ഇതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ കുടുംബമായിട്ട് വന്നത്. അപ്പച്ചനെയും കൊണ്ട് ഈ ഒരു ആരോഗ്യസ്ഥിതിയിൽ വരണമെന്നുള്ളത് മുന്നേ കൂട്ടി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യമാണ്. അപ്പച്ചനിപ്പോൾ കംപ്ലീറ്റ്ലി റിക്കവേർഡാണ്. TBയുടെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും സ്വയമായിട്ട് ചെയ്യാനുള്ള പ്രാപ്തിയിലെത്തിയിട്ടുണ്ട്. ഈ അപ്പച്ചൻ ഇങ്ങനെ വീട്ടിലാണെങ്കിലും എഴുന്നേറ്റ് നടക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാണ്ട് കിടക്കുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അപ്പച്ചനെ ഫോൺ വിളിക്കുമായിരുന്നു. ബൈബിൾ വേർഡ്സാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പച്ചനോട് തിരിച്ച് പറയിപ്പിക്കും. സങ്കീർത്തനം 23 എല്ലാം തിരിച്ച് പറയിപ്പിക്കും. അപ്പച്ചനെല്ലാം എനിക്ക് തിരിച്ച് പറഞ്ഞു തരും. എനിക്ക് എൻ്റെ ഒരു ഉള്ളാഗ്രഹം അപ്പച്ചൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം എന്ന്. എനിക്ക് കുടുംബത്തിൽ എല്ലാവരോടും വചനം പറയാനും ഞാൻ ചിലപ്പോൾ സംസാരിച്ച് ഞാൻ നിർത്തില്ല. അവർ പറയും എന്തോരം നേരം നീ സംസാരിക്കണേന്ന്. എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ വചനം പറയാൻ അതൊക്കെ എനിക്ക് കണ്ടിന്യൂസ് ആണ്, അത് നിർത്താൻ പറ്റില്ല. അപ്പോൾ അപ്പച്ചൻ അതിനനുസരിച്ച് ബൈബിൾ വായന തുടർന്നു. ഞാൻ അപ്പച്ചനോട് പറയും അപ്പച്ച ഒരു അധ്യായം വായിക്കുന്നത് 3 അധ്യായമാക്കി അതിന് കൂട്ടി വാ. അതിനനുസരിച്ച് അപ്പച്ചൻ്റെ നടത്തത്തിൻ്റെ സ്പീഡും കൂടും, അതിൻ്റെ റിക്കവറി പീരീഡ് കുറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അപ്പച്ചന് സൗഖ്യം ലഭിച്ചു. ഉടമ്പടി വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് പോയിരുന്നു. ഞങ്ങൾ ഈ ഒരു കാലയളവിൽ ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയമായിട്ടുള്ള നേട്ടമെന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ ജപമാല റാലിയൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ കുവൈറ്റിലിരുന്നിട്ട് ഞങ്ങൾ 4 പേര് കൂടി നടക്കും. കിലോമീറ്ററുകളാണ് സീസൈഡ് വഴി ഞങ്ങൾ നടക്കുന്നത് കൊന്ത ചൊല്ലിക്കൊണ്ട്. അത് ഇവിടുത്തെ അഖണ്ഡ ജപമാല എന്ന് പറയും. ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു 5-6 കിലോമീറ്ററൊക്കെ ചിലപ്പോൾ നടക്കാണ്ടാവും. ഞങ്ങൾ പിള്ളേരുമായിട്ട് നടക്കും. അവർ കാല് വേദന എടുക്കണമെന്നൊക്കെ പറയും, പക്ഷേ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഉപവാസം എന്ന് പറയുന്നത് ഞങ്ങൾ 15 ദിവസം 21 ദിവസം അങ്ങനെ ഉപവാസിക്കാനൊന്നും എനിക്ക് ജീവിതത്തിൽ സഹായിക്കാത്ത വ്യക്തിയാണ്. തലവേദന എന്ന് പറയുന്നത് എൻ്റെ കൂടപ്പുറപ്പാണ്. പക്ഷേ ഉടമ്പടി എടുക്കുന്ന ദിവസങ്ങളിൽ എത്ര നേരം ഉപവസിക്കാനും എനിക്കൊരു യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. കൂടുതലായിട്ടും മറ്റുള്ളവരുടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഓരോ വിഷമങ്ങളൊക്കെ പറയും. അപ്പോൾ ഞാൻ വിചാരിക്കും എന്നോട് എന്തിനാണ് ഇവരൊക്കെ പറയണത്, എൻ്റെ അടുത്ത് എന്ത് സൊല്യൂഷനാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ അങ്ങനൊരു വ്യക്തിയല്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അവരോടൊക്കെ ഞാൻ അങ്ങോട്ട് പറയും, ഓരോ വചനമായിരിക്കും അവർക്ക് കൊടുക്കുന്നതും. അവർക്ക് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് കാശുരൂപം കൊടുക്കും. കൊന്ത ചൊല്ലാൻ അറിയാത്തവർക്ക് കൊന്ത പഠിപ്പിച്ചു കൊടുക്കും. ഫിലിപ്പീനോസും ഉക്രൈനീസൊക്കെ ഉണ്ടവർക്ക് ഈ ഉടമ്പടി കാശുരൂപമൊക്കെ കൊടുത്തിട്ട് ഞാൻ പറയും, അവരവരുടെ കയ്യിൽ വെക്കും. അവർക്കതൊരു ധൈര്യമാണ്. എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഉടമ്പടി വസ്തുക്കൾ അവർക്ക് എന്തെങ്കിലും സാഹചര്യങ്ങളിൽ വേദനയൊക്കെ പറയുമ്പോൾ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ മാതാവ് എന്ത് സുന്ദരിയാ, ഈ മാതാവിനെ എപ്പോഴും ഇങ്ങനെ അവർ കൊന്തയിൽ കാശുരൂപത്തിൽ ഇട്ടേക്കാണ്. ഈ മാതാവിനെ പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ്. ഞങ്ങളുടെ വാലറ്റിൽ ഞങ്ങൾ ആ കാശുരൂപം വെക്കുമ്പോൾ അതിന് പൈസ
കുറയാറില്ല എന്നൊക്കെ അവർ എൻ്റെ അടുത്ത് പറയാറുണ്ട്. പലർക്കും വിസ പ്രോബ്ലം ഉള്ളവർക്ക് വിസ ലഭിക്കാനും കുടുംബമായിട്ട് താമസിക്കാനൊക്കെ അവരും ഓൺലൈൻ ഉടമ്പടി ഞാൻ പറഞ്ഞു കേട്ടിട്ട് എടുത്തിട്ടുണ്ട്. ക്ലിനിക്കിൽ ഈ വെറുതെ കിട്ടുന്ന സമയത്തൊക്കെ പണ്ട് യൂട്യൂബിൽ ഷോർട്സ് കണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ അതിന് ഉടമ്പടി ധ്യാനവും കൊന്തയും ഈ 1000 മണി ജപമാല ചൊല്ലുന്നത്, ജപമാല ചൊല്ലാൻ കുറച്ച് പുറകിലായിരുന്നു ഞാൻ ശ്രമിച്ചാൽ പോലും എനിക്ക് 4 ജപമാലയൊക്കെ ചെല്ലാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം ഇപ്പം ചെല്ലുന്നത് ഞങ്ങൾ കുടുംബമായിട്ടാണ്. 1000 മണി ജപമാലയാണ്. ഒറ്റ ഇരിപ്പിലിരുന്ന് ചെല്ലും. 3-4 മണിക്കൂറൊക്കെ എടുക്കും. കുട്ടികളാണെങ്കിലും ഇരുന്ന് ചെല്ലും. കണ്ടിന്യൂസ് 10 ദിവസമൊക്കെ ഇരുന്ന് ചെല്ലും. ഓരോ പ്രോബ്ലം ഉണ്ടാകുമ്പോഴും ഉപവാസം, കൊന്ത ചെല്ലുന്നതും ബൈബിൾ വായിക്കുന്നതും ദേവാലയത്തിൽ പോക്ക് മുടക്കാറില്ല. ഇടയ്ക്ക് 1-2 ദിവസം മുടങ്ങിയേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ പോകുന്നത് കണ്ടിട്ട് തന്നെ അവിടെയുള്ള ഇത്രയും നേരത്തെ ഈ കുഞ്ഞുങ്ങൾ യൂണിഫോമൊക്കെ ഇട്ട് വരുന്നതാണ് പലരും വന്നു തുടങ്ങി. അത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിലൊരു അഭിമാനമാണ്. വേറെയുള്ള ജോലിയിലോ കാര്യത്തിലോ ഞങ്ങൾക്ക് പോസ് കാണിക്കുന്നവരല്ല, ദേവാലയത്തിൽ പോകുന്നവരാണ്. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇവർ ചെയ്യുന്നവരാണെന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് സമയച്ചുരുക്കം ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഭൗതിക കാര്യങ്ങളിലല്ല. ഞങ്ങൾക്ക് സമയച്ചുരുക്കം ലഭിച്ചിരിക്കുന്നത് ഈ ദൈവത്തെ അറിയാൻ കഴിഞ്ഞു, അപ്പ എന്ന് വിളിക്കാൻ കഴിഞ്ഞു. ഇത്രയും നേരത്തെ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് വിളിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ ദൈവികമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. കുടുംബത്തിലായാലും പണ്ട് മുതലേ ഒരു പ്രത്യേക ഒരു കാറ്റഗറിയിൽ ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്. അവരിൽ അപ്പ എന്ന് വിളിക്കാനുള്ള, നേരിട്ട് സംസാരിക്കാനുള്ള, നമ്മുടെ കൂടെയുള്ള ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മുടെ സ്വന്തം സഹചാരിയാണ് ദൈവം എന്ന് പറയിക്കാൻ ഉള്ള രീതിയിൽ ഉപദേശങ്ങൾ കൊടുക്കാനാണ് എനിക്കും ഹസ്ബൻഡിനും ഒക്കെ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് ഇനിയും വന്ന് സാക്ഷ്യം പറയും. ഈ സാക്ഷ്യത്തിൽ തന്നെ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യും.